17കാരനെ ക്രൂര പീഡനത്തിനിരയാക്കിയ പത്തനംതിട്ട ഓമല്ലൂരിലുള്ള ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെതിരെ ഗുരുതര ആരോപണവുമായി ഇടുക്കി സ്വദേശിനിയായ മുൻ ജീവനക്കാരി രംഗത്ത്. പഠനവും ജോലിയും ഉറപ്പും നൽകി സെന്ററിൽ എത്തിച്ച കുമളി അണക്കര സ്വദേശിയായ 17കാരനെ കുമളി അണക്കര അമ്പലമേട് സ്വദേശിയും 17കാരനുമായ വിദ്യാർത്ഥിയെ അടിമവേല ചെയ്യിക്കുകയും ക്രൂരമർദ്ദനത്തിനിരയാക്കുകയും ചെയ്ത പത്തനംതിട്ട ഓമല്ലൂരിലെ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെതിരെ മുൻ ജീവനക്കാരി ചെല്ലാർകോവിൽ സ്വദേശി ജിൻസിയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഇവർ എറണാകുളത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് സഭയുടെ കട്ടപ്പനയിൽ നടത്തിയ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. തുടർന്ന് സെന്ററിന്റെ പ്രധാന നടത്തിപ്പുകാരൻ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ജോലി ഉപേക്ഷിച്ച് ഓമല്ലൂരിലെ സെന്ററിൽ ചേർന്നു. ഇവരുടെ 3 കുട്ടികളുടെ പഠനവും ലിൻസിക്ക് മെച്ചപ്പെട്ട ജോലിയുമായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇവിടുത്തെ അന്തേവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് മോശം ഭക്ഷണം നൽകുന്നത് ചോദ്യം ചെയ്തതോടെ നടത്തിപ്പുകാരുടെ കണ്ണിലെ കരടായി ഇവർ മാറി. അണക്കര സ്വദേശിയായ 17കാരനെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ച വിവരം വീട്ടുകാരെ അറിയിച്ചതോടെ ജിൻസിക്ക് നേരെയും ഭീഷണിയുണ്ടായി. പിന്നെ കൊടൂരമായിട്ട് ഉപദ്രവിച്ചു, വായിൽ തുണിയൊക്കെ തിരികെ കയറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞങ്ങൾ മേളത്തെ നിലയിലാണ്, ഇവൻ താഴെ ഈ റൂമിൽ ഒറ്റയ്ക്കാണ് കൊച്ചു നിൽക്കുന്നത്. കൊച്ചിനെ കഠിനമായിട്ട് ഉപദ്രവിച്ചു, ആ ചൂരിൽ വരെ ഓഫീസ് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഭീഷണിയുണ്ട്, എനിക്കും ഭീഷണിയുണ്ട്, ഇവർക്കും ഭീഷണിയുണ്ട്. ഞാനാണ് ഇവരുടെ വീട്ടിൽ ഇൻഫോം ചെയ്തത്. നൈറ്റ് ഞാൻ ഫോട്ടോസും എല്ലാം ഞാൻ അയച്ച് വോയിസ് മെസ്സേജ് വിട്ടു. അതിന് ശേഷം ഇവരുടെ അമ്മ നൈറ്റ് എന്നെ വിളിക്കുന്നത്. 10 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വന്ന് കൊച്ചിനെ വന്ന് കൊണ്ടുപോകണം, ഇല്ല അവർ കൊന്നു കളയുമെന്ന് പറഞ്ഞു. കെട്ടിത്തൂക്കിയിട്ടാൽ പോലും അറിയത്തില്ല, അതുപോലെ ആ കൊച്ചു കിടന്ന് നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഇവരുടെ അമ്മ വന്നപ്പോൾ. 17കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ സെന്റർ നടത്തിപ്പുകാർ 4 പേരും ഒളിവിൽ പോയിരിക്കുകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി.